ഇന്ന് നമ്മുടെ ജോക്കൂട്ടിന് ശരിക്കും പറഞ്ഞാൽ ക്ലാസ്സൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ആൾ മടി പിടിച്ചിരിക്കുന്നതാണ്, ടി വിയും കണ്ടുകൊണ്ടിരിക്കുകയാണ്. കുഞ്ഞാവ അപ്പുറം കിടക്കുന്നുണ്ട്, ഞാനിപ്പുറം ഇരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവന് വലിയ ഇൻട്രസ്റ്റ് ഇന്ന് ടൂറ് കഴിഞ്ഞ് വന്നിട്ടൊരു മടിയായിരുന്നു പോകാനൊക്കെ. ഞാൻ നിർബന്ധിച്ചിട്ടും പോകുന്നുണ്ടായിരുന്നില്ല. ഞാൻ ഓർത്തൊരു ദിവസം ലീവ് എടുക്കട്ടെ എന്ന് ഓർത്തു. അപ്പോൾ ആൾ ടി വിയും കണ്ടുകൊണ്ടിരിക്കുകയാണ്. ടി വിയിൽ കാണുന്നത് നമ്മളെ തന്നെയാണ് കേട്ടോ. അപ്പനെയും അമ്മേനെയും കണ്ടുകൊണ്ടിരിക്കുന്നത്. അവൻ എപ്പോഴും പറയണ കാര്യമാണ്, നമ്മുടെ വീഡിയോസ് കാണാം എന്നിട്ടല്ലേ ബാക്കിയുള്ളവരുടെ വീഡിയോസ് കാണുന്നത്. അപ്പോൾ അവനത് കണ്ട് ആസ്വദിക്കുന്നു. അപ്പം ഞാൻ അതിൻ്റെ ഒപ്പം ഇങ്ങനെ ആലോചിക്കുകയായിരുന്നു, എന്ത് ചെയ്യും ഇനിയിപ്പോൾ അടുത്ത പരിപാടി എന്താണ്. അപ്പോഴാണ് തോന്നിയത് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കണമല്ലോ വൈകുന്നേരത്തെ ചായക്ക് കടിയൊക്കെ ആയിട്ട്. അപ്പോൾ ആദ്യം തോന്നിയത് പണ്ട് അമ്മയൊക്കെ ഉണ്ടാക്കി തരുന്ന ഇലയട, അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം എന്നാൽ അത് ഉണ്ടാക്കാമെന്ന് വെച്ചിട്ട് വെറൈറ്റിക്ക് ഇരിക്കട്ടെ എന്ന് വെച്ചു. ഈ ജുഗുനിയൊക്കെ സംബന്ധിച്ചിടത്തോളം അതൊക്കെ കഴിച്ചിട്ടുണ്ടോ എന്ന് നമുക്കറിയില്ലല്ലോ. ചിലപ്പോൾ കഴിക്കാൻ കൊടുത്താലും അവൻ കഴിക്കണം എന്നില്ല. അപ്പം നമുക്കത് എങ്ങനെയാണെന്ന് അറിയാൻ പറ്റുന്നൊരവസരമാണല്ലോ. അപ്പം അങ്ങനെ ഞങ്ങൾ വാഴയില വെട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ അങ്ങറ്റത്തേക്ക് പോകണം കേട്ടോ. നമ്മുടെ പറമ്പിൻ്റെ അങ്ങറ്റത്ത് പോകണം. പപ്പയുടെ മമ്മിയുടെയൊക്കെ കൃഷിത്തോട്ടമാണ് കേട്ടോ അത്. അപ്പോൾ ഇവിടെ ഇപ്പോൾ കുറച്ച് ഇതായിട്ടാണ് കിടക്കണത്. കാരണം വേറെ ഒന്നുമല്ല, നല്ല വെയിലും ചൂടും അല്ലേ, വെള്ളം നനയ്ക്കാൻ നമുക്കിവിടെ വെള്ളമൊക്കെ കുറവാണ്. അപ്പം അതുകൊണ്ട് കുറച്ച് വെയിലും ഇതൊക്കെ കൊണ്ട് ആ ചെടികളും ഇതൊക്കെ ക്ഷീണിച്ചിരിക്കണത്. അപ്പം നമ്മൾ താഴെ കിടക്കുന്ന കുറച്ച് ഇലയൊക്കെ വെട്ടി നമ്മൾ തിരിച്ചു വരുവാണ് കേട്ടോ. അപ്പോൾ തിരിച്ച് വന്ന വഴിക്ക് ജോക്കും അവിടെ തന്നെ നിൽക്കുമായിരുന്നു. ജോക്കിന് എൻ്റെ ഒപ്പം വരാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു. പുള്ളി അവിടെ നിന്നിട്ട് വേറെ ഇലയും അതും ഇതൊക്കെ പറിച്ച് നിൽക്കുമായിരുന്നു. അപ്പോൾ വാടാ നീ വാ, വേഗം വാ, സമയമില്ല, നമുക്ക് വേഗം കാര്യങ്ങൾ ചെയ്യണ്ടേന്ന് പറഞ്ഞു. ഉണ്ട് അപ്പുറം ഓപ്പോസിറ്റ് വശം കണ്ടോ, നമ്മൾ പഴയ വീഡിയോസ് കണ്ട മനസ്സിലാവും, അവിടെ മൊത്തം നേരത്തെ മരങ്ങളായിരുന്നു. അപ്പോൾ മരമൊക്കെ വെട്ടി അവിടെ ഫുൾ വെയിലാണ് കേട്ടോ. അപ്പോൾ വരുന്ന വഴിക്ക് വീടിൻ്റെ തൊട്ടടുത്ത് തന്നെ ചെറിയൊരു ചാമ്പമരം ഉണ്ട് കേട്ടോ. അപ്പോൾ അതിനകത്ത് ജോക്കു 2-3 ചാമ്പൊക്കെ കണ്ടിട്ട് എന്നെ കാണിച്ചു തന്നു, അമ്മേ എനിക്കിത് പറിച്ചു തരാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു പാവം. അപ്പോൾ അവന് ഞാൻ പാവം പറിച്ചു കൊടുത്തു. പണ്ട് ഞങ്ങളിത് മുളകും ഉപ്പൊക്കെ കൂട്ടി കഴിക്കുമായിരുന്നു കേട്ടോ, എല്ലാവരും നമ്മുടെ കസിൻസൊക്കെ ഒരുമിച്ചിരുന്നിട്ട്. പിന്നെ ഞാൻ വാഴയിലൊക്കെ കഴുകി ചെറിയ കഷ്ണങ്ങളൊക്കെ അമ്മ ഉണ്ടാക്കിയൊരു ഓർമ്മയായിട്ടോ എനിക്കുണ്ടായുള്ളൂ. ഞാൻ സത്യം പറഞ്ഞാൽ വേറെ വീഡിയോസ് കാര്യങ്ങളൊന്നും കണ്ടില്ല. എന്തെങ്കിലും ഉണ്ടാക്കുമ്പോൾ വീഡിയോസും കാര്യങ്ങളും കാണാറുണ്ട്, ഇന്നേ അങ്ങനെ നോക്കിയൊന്നുമില്ല കേട്ടോ. അപ്പം ഞാൻ വാഴയിലൊക്കെ കഴുകി വൃത്തിയാക്കി. പിന്നെ ശർക്കര ഒരു ഏകദേശ കണക്കിനങ്ങ് ഉണ്ടാക്കിയതാണ്. ശർക്കര എടുത്തു, അത് ശർക്കര പാനിയാക്കി കേട്ടോ. ഇപ്പോൾ ഗ്യാസിൽ വയ്ക്കുകയാണ് ശർക്കര പാനിയാക്കാൻ വേണ്ടിയിട്ട്. ഇതെനിക്ക് നമ്മുടെ നഴ്സറിയിൽ നിന്ന് കിട്ടൂലേ, നമ്മൾ ഡെലിവറി കഴിഞ്ഞ ശേഷം കിട്ടില്ലേ, അപ്പോൾ അവിടെ നിന്ന് കിട്ടിയ ശർക്കരയാണ് കേട്ടോ. അപ്പോൾ അത് കലക്കിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഞാനിങ്ങനെ ഇളക്കിയപ്പോൾ എനിക്കൊരു സംഭവം കിട്ടി. ഇപ്പോൾ ഞാൻ കാണിച്ചു തന്നില്ല നാര്. അപ്പം ഞാനിങ്ങനെ ആലോചിച്ച് കഴിഞ്ഞപ്പോഴാണ് ഈ കരിമ്പിൻ്റെ ഇത് വെച്ചിട്ടാണല്ലോ ശർക്കര ഉണ്ടാക്കണത്. അപ്പോൾ അതിൻ്റെ എന്തെങ്കിലും ആയിരിക്കും. ഞാനത് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് തിരിച്ച് ചെയ്തിരുത്തിയത്. ഇതാണ് എനിക്ക് പറ്റിയ ഏറ്റവും വലിയ അബദ്ധം ഇന്നത്തെ ദിവസം. കാരണം ഞാൻ അതിനകത്തിട്ട് ഒരു ഗുമ്മിന് വേണ്ടിയിട്ട് തേങ്ങ കുറവായിരുന്നു. അപ്പോൾ ഗുമ്മിന് വേണ്ടിയിട്ട് ഞാൻ അവലിട്ടതായിരുന്നു. അപ്പോൾ അവലിട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും അവൽ കൂടുതലായി. ഇപ്പോൾ എന്ത് ചെയ്യുമെന്ന് അർത്ഥം. പിന്നെ ഉണ്ടാക്കണോ ഉണ്ടാക്കണ്ടേ എന്നുള്ളൊരു ഡൗട്ടായിരുന്നു. എന്തെങ്കിലും ആവട്ടെ എന്ന് ഓർത്തിട്ട് വെള്ളമൊക്കെ അടുപ്പത്ത് ഒഴിച്ചു. ഞാൻ കോഴിക്കോട്ടുണ്ടാക്കി. കോഴിക്കോട്ടെ ഷേപ്പ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം. ലാസ്റ്റ് എനിക്ക് ഭ്രാന്ത് പിടിച്ച സമയത്ത് ഞാൻ ഉണ്ടാക്കിയതാണ്. ഇങ്ങനെ കുഴച്ചിരുട്ടി എങ്ങനെയൊക്കെ എന്തെങ്കിലും ആവട്ടെ എന്ന് ഓർത്ത് ആദ്യം എല്ലാവരുടെയും ഉണ്ടാക്കി, പിന്നെ കോഴിക്കോട്ടെ ഉണ്ടാക്കി, പിന്നെ എന്തൊക്കെയോ മിക്സായിട്ട് ഉണ്ടാക്കി. അപ്പോൾ ഞാൻ ഒരു സംശയത്തിലാണ് കേട്ടോ കഴിച്ചു നോക്കണത്, അത് ശരിയാവോ ഇല്ലയോ എന്നുള്ളൊരു ഡൗട്ടൊക്കെ എനിക്കുണ്ടായിരുന്നു. കഴിച്ചു നോക്കിയപ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ല, അത്യാവശ്യം നല്ല ഇതാണ്. ഒന്ന് വെച്ചാൽ ഓവർ പെർഫെക്റ്റ് ആണെന്ന് ഞാൻ പറയില്ല, അത്യാവശ്യം കുഴപ്പമില്ല, കഴിക്കാൻ പറ്റും. കഴിച്ചു നോക്കിയപ്പോൾ എനിക്കിഷ്ടമായി. വെന്തിട്ടുണ്ട്, സോഫ്റ്റാണ്, കാണാൻ ഒരു കുമ്മില്ലെന്നുള്ളൂ, പക്ഷെ കഴിക്കാൻ ഭയങ്കര ടേസ്റ്റൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ അതൊക്കെ കഴിഞ്ഞിട്ട് കുഞ്ഞാവയുടെ തുണിയൊക്കെ വെയിലത്ത് എടുക്കുമായിരുന്നു. സത്യം പറഞ്ഞാൽ വെയിലത്തിട്ടിറങ്ങുമ്പോൾ ഞാനിങ്ങനെ ആലോചിക്കും വെയിലത്തിടുന്ന് പണിയെടുക്കുന്ന ആളുകളുടെ കാര്യം. അപ്പോഴാണ് കേട്ടോ നോക്കിയപ്പോൾ തുണി എടുക്കണതിൻ്റെ ഇടയ്ക്കാണ് എന്തോ അവിടെ ചെത്ത് കിടക്കണം. അപ്പോൾ ഞാൻ വേഗം ചെന്നിട്ട് മമ്മിയോട് പറഞ്ഞു, കാരണം ഇവിടെ കുറേ കോഴികളൊക്കെ ഉണ്ട്. അപ്പോൾ അതിനെ ഇടയ്ക്ക് കാക്കയൊക്കെ കൊത്തിക്കൊണ്ട് വരണം. അപ്പോൾ എനിക്ക് നോക്കിയിട്ട് എനിക്ക് മനസ്സിലാവണ്ടായില്ല എന്താണെന്ന്. ഞാൻ വിളിച്ചുകൊണ്ട് വന്ന് മമ്മി നോക്കി കഴിഞ്ഞ് ചുണ്ടൊക്കെ നോക്കി കഴിഞ്ഞപ്പോൾ കാക്കയല്ല, കാക്കയാണ്. കാക്ക കുഞ്ഞാണ്. കാരണം മുകളിലിരുന്നിട്ട് കാക്കയിരുന്ന് കരയുന്നുണ്ട്. എൻ്റെ അമ്മയായിരിക്കും അല്ലേ. അപ്പോൾ ഞാൻ ജോക്കുനോട് പറയുന്നുണ്ട്, പാവം എൻ്റെ അമ്മയാണെന്ന് തോന്നുന്നു കരയണത്, എന്ത് ചെയ്യും എന്നൊക്കെ ഓർത്തിട്ട് ജോക്കുനോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. പാവം കണ്ടപ്പോൾ സങ്കടമായിട്ടോ. എന്തൊക്കെ പറഞ്ഞാലും നമ്മളൊരു ജീവൻ നഷ്ടപ്പെടും, എന്തിൻ്റെ ആണെങ്കിലും, മനുഷ്യൻ്റെ ആണെങ്കിലും എന്തിൻ്റെ ആണെങ്കിലും ഒരു ജീവൻ പോകുമ്പോൾ നമുക്കൊരു വിഷമമാണല്ലോ. കണ്ടപ്പോൾ ഭയങ്കര വിഷമം തോന്നി. പിന്നെ അതിനെ കുഴിച്ചിടാന്ന് പറഞ്ഞ് മാറ്റി വെച്ചു. അപ്പോഴത്തേക്കും ജോക്കുന് ഭയങ്കര വിശപ്പ്. എന്താ കഴിക്കാനുള്ളതെന്ന് പറഞ്ഞ് എൻ്റെ പറയാം. അപ്പോൾ അവിടെ നേടെ മറ്റേ അട ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നോക്കി കഴിഞ്ഞപ്പോഴത്തേക്കും ഭയങ്കര ചൂടായിരുന്നു. പുള്ളി മാറി നിന്നിട്ട് അട എനിക്കല്ല, കോഴിക്കോട്ടെ എനിക്ക് വേണ്ട, എനിക്ക് അട മതി എന്ന് പറഞ്ഞു. അപ്പോൾ അട കാണിച്ചു കൊടുത്തപ്പോൾ പുള്ളിക്ക് അത്ര ഇൻട്രസ്റ്റ് ഇല്ല അടയൊന്നും കഴിക്കാൻ. കാര്യം അത് ടേസ്റ്റൊന്നും ചെയ്തിട്ടൊന്നുമില്ല, പക്ഷെ കണ്ടപ്പോൾ തന്നെ പുള്ളി അത് വേണ്ട എന്നുള്ളൊരിതിലേക്ക് എത്തി. ചക്കടയൊക്കെ ആണെങ്കിൽ പുള്ളി കഴിച്ചോളൂ, കാരണം അതിൻ്റെ ടേസ്റ്റ് അറിയാം. ഇതൊന്നും ടേസ്റ്റ് ചെയ്തിട്ടില്ല, അതുകൊണ്ട് ഇഷ്ടമല്ലെന്ന് പറയണേ.
അപ്പോൾ ഞാൻ പറഞ്ഞാൽ അത് എങ്ങനെയും കഴിക്കാൻ പറഞ്ഞു. കഴിച്ചൊന്നുമില്ല കേട്ടോ. അത് കഴിഞ്ഞ് ഞാനും കുഞ്ഞാവയും കൂടെ പുറത്തിരുന്ന് ഞങ്ങളിങ്ങനെ കുറേ നേരം ഇങ്ങനെ ഓരോ കാഴ്ചകളൊക്കെ കണ്ടിരുന്നു. അവൻ ഉറങ്ങുമായിരുന്നു കേട്ടോ. അപ്പോൾ അവനെയും കൊണ്ട് കുറേ നേരം കാഴ്ച കണ്ടിരുന്നു. ചേട്ടൻ കുട്ടൻ ചേട്ടായി അവിടെ ആടിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അവൻ്റെ മെയിൻ സ്ഥലമാണത്, ഈ ആടിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഞാൻ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ പറയുമായിരുന്നു കേട്ടോ, അവൻ വലുതാവാൻ നിന്നെ കാണിച്ചു തരുവിടാ, നീ കണ്ടോളാന്ന്. കാരണം പിന്നെ എൻ്റെ വേറൊരു പണിയെന്ന് പറഞ്ഞാൽ ഇവനെ പഠിപ്പിക്കുക എന്നുള്ളതാണ്. ശരിക്കും നമ്മൾ പഠിക്കുന്ന സമയത്ത് അപ്പനും അമ്മയൊക്കെ പറയായിരുന്നു, നിങ്ങൾക്ക് മക്കളുണ്ടാകുമ്പോൾ നിങ്ങളെ മക്കളെ പഠിപ്പിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ പഠിക്കണം എന്നുള്ള കാര്യം. പക്ഷെ നമുക്ക് പഠിപ്പുണ്ടായിട്ടും കാര്യമില്ല. ഇവർ പഠിപ്പിക്കണം എന്നുണ്ടെങ്കിൽ വേറെ ആരെങ്കിലും നിർത്തേണ്ട ആവശ്യം വരും. കാരണം ഒന്നും പറഞ്ഞാൽ കേൾക്കില്ല. ഞാൻ വടിയെടുത്ത് ഈർക്കിലെടുത്ത് പേടിപ്പിക്കാൻ തല്ലാനൊക്കെ ഇച്ചിരി മടിയാണ്ട. പിന്നെ എല്ലാവർക്കും ഉള്ള ചായയൊക്കെ ഞാനെടുത്ത്, ഞാൻ പറയാറില്ല, ഞങ്ങൾ വൈകിട്ട് എല്ലാവരും ഒരുമിച്ചായിരിക്കും ചായ കുടിക്കുക. ചായയൊക്കെ എടുത്തിട്ട് ഞങ്ങൾ ഏറ്റവും ഫ്രണ്ട് വശത്ത് പോയിരുന്നിട്ടായിരിക്കും കേട്ടോ കുടിക്കുക. അപ്പോൾ എല്ലാവരും ഒരുമിച്ചാണ് കുടിക്കുന്നത്. അപ്പോൾ അതൊക്കെ എടുത്തുകൊണ്ടേ കൊടുത്തു, ചായയൊക്കെ എടുത്ത് വെച്ച് കൊടുത്തു. അപ്പോൾ എല്ലാവരും അഭിപ്രായം പറയാൻ വേണ്ടി നോക്കിയാണ്. അപ്പോൾ ഈ കെട്ടിനോട് ചോദിച്ചാൽ എങ്ങനെയുണ്ടെന്ന് ചോദിച്ചപ്പോഴത്തേക്കും ടീം പറഞ്ഞു അടിപൊളിയാണ്, നല്ലതാടിയെന്ന് പറഞ്ഞു. അപ്പോൾ ഒരു സമാധാനമായി. അങ്ങനെ ഇന്നത്തെ ദിവസം നമ്മുടെ ഹാപ്പി ആയിട്ടങ്ങ് കഴിഞ്ഞ്.